നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 534. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 534, 534. കഴിഞ്ഞ എപ്പിസോഡിൽ 26-ാം സർഗം ശ്രീകൃഷ്ണ ലീലകൾ, അതിൽ അവസാനത്തെ ശ്ലോകം 23, നമ്പർ 23. അനന്തകല്യാണ ഗുണാഭിരാമ മുകുന്ദ ഗോവിന്ദ മനോഹരാംഗ മദീയ ചേതോഹര ബാലകൃഷ്ണ മനോജ്ഞ നീ മന്യതിൽ വെൽവുതാക എന്നുള്ള ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ശേഷം ഇനി 27-ാം സർഗം. ഇതിൻ്റെ ഹെഡിങ്ങും ശ്രീകൃഷ്ണ ലീലകൾ നമ്പർ 2. ഇനി 28-ഉം 29-ഉം 4 സർഗം ശ്രീകൃഷ്ണ ലീലകളാണ്. അപ്പോൾ ഇത് നമ്പർ 2. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സർഗം എന്താ പറയുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അമ്പാടിയിൽ പിച്ചകളി പുരണ്ടു മനോജ്ഞ സൗഭാഗ്യ നവാങ്കുരങ്ങൾ മണിച്ചിലമ്പൊച്ചകൾ പൊങ്ങുമാറും മന്ദസ്മിതച്ചേലിൽ മയങ്ങുമാറും. വളരെയധികം ഭക്തി, എന്താണ് പറയുക, പ്രേമം തുളുമ്പുന്നതാ ഭക്തി ഇവിടെ. അപ്പോൾ അമ്പാടിയിൽ പിച്ച കളിച്ച് കളിപ്പൂ 2 മനോജ്ഞ സൗഭാഗ്യ, മനോജ്ഞ മനസ്സിന് ഹരം തരുന്നതായ കുട്ടികൾ, മനോജ്ഞ സൗഭാഗ്യ നവാങ്കുരങ്ങൾ, പുതിയ മുട്ടിടാൻ പോകുന്ന ആൾക്കാരെ നടത്താം. നവാങ്കുരം എന്നൊക്കെ പറഞ്ഞാൽ അത്രേ പറയാൻ പറ്റുള്ളൂ. മണിച്ചിലമ്പൊച്ചകൾ, കാലിലുള്ള മണിച്ചിലമ്പൊച്ചകൾ പൊങ്ങുമാറും മന്ദസ്മിതച്ചേലിൽ മയങ്ങുമാറും. ആരാണ് അവരെ കാണുന്നത്? അവർ മയങ്ങിപ്പോവും. മന്ദസ്മിതച്ചേലിൽ, അവരുടെ ചേലൊത്ത മന്ദസ്മിതത്തിൽ മയങ്ങും. ശ്ലോകം 2. പൊൻകിങ്ങിണി ചാർത്തുകിലങ്ങുമാറും മാറിൽ പതക്കങ്ങൾ തിളങ്ങുമാറും ആനന്ദമങ്ങിങ്ങല തല്ലുമാറും പാരിൻ്റെ പാപങ്ങൾ നശിക്കുമാറും. കൃഷ്ണ രാമ കൃഷ്ണ രാമ എന്ന് ജപിച്ചാൽ തന്നെ പശു കെടും, വിശപ്പുണ്ടാവില്ല. പിന്നെയോ പാപങ്ങൾ നശിക്കും. ഗ്യാരണ്ടീഡാണ്. അപ്പോൾ ഇതൊരു വേ ഓഫ് എക്സ്പ്രഷനാണ്. പൊൻകിങ്ങിണി ചാർത്തുകിലങ്ങുമാറും മാറിൽ പതക്കങ്ങൾ തിളങ്ങുമാറും അങ്ങിങ്ങ് അലതല്ലുമാറും പാരിൻ്റെ പാപങ്ങൾ നശിക്കുമാറും. ഭൂമിയുടെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഭൂമിയിലുള്ള നിവാസികളുടെ കാര്യം പറയണോ? വേണ്ട. 3-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. കാന്തിപ്പടർപ്പൊന്നു പരന്ന പോലെ. കാന്തിപ്പടർപ്പ്, അതായത് വലിയൊരു കസവ് മുണ്ട് നിവർത്തിയിട്ടാൽ, കസവ് വെച്ചാൽ സ്വർണ്ണത്തെ തന്നെ മുണ്ട് നെയ്ത് എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ പളപളപ്പ് എങ്ങനെ ഉണ്ടാവും? അതാണ് കാന്തിപ്പടർപ്പൊന്നു പരന്ന പോലെ, കാരുണ്യമൊന്നിച്ചൊഴുകുന്ന പോലെ, കാരുണ്യം ഒന്നിച്ച് ഒഴുകുന്ന പോലെ, കാർവർണ്ണനും രാമനും ഒന്നുപോലെ കളിക്കയാം കാണുക നല്ല പോലെ. കണ്ടോളൂ, ധാരാളം കണ്ടോളൂ. വാക്കുകളിൽ കൂടെ, മനസ്സിൽ കൂടെ, കണ്ണുകളിൽ കൂടെ. കാന്തിപ്പടർപ്പൊന്നു പരന്ന പോലെ, കാരുണ്യമൊന്നിച്ചൊഴുകുന്ന പോലെ, കാർവർണ്ണനും രാമനും ഒന്നുപോലെ കളിക്കയാം കാണുക നല്ല പോലെ. 4-ാമത്തെ ശ്ലോകം. കാർ കൊണ്ടലും മിന്നലും ഒത്തുപാഞ്ഞു. കാർ കൊണ്ടലും മഴക്കാറും ഇടിവിട്ടും മിന്നലും ഒത്തുപാഞ്ഞു കളിക്കും എമ്മട്ടൊരു കാന്തിപൂരം. മൈ ഗുഡ്നസ്. ഇവിടെ
കാർകൊണ്ടൽ ശ്രീകൃഷ്ണൻ, മിന്നൽ വെളുത്തിട്ടാണ്, അത് ബലരാമൻ. അപ്പോൾ കറുപ്പും വെളുപ്പും കൂടിയിട്ടുള്ളൊരഴക്, ഇല്ലേ? നല്ല മഴക്കാറുള്ള സമയത്ത് ഇടിവെട്ടിയാൽ എന്തൊരു സൗഭാഗ്യം ഉണ്ടാവുക, മീൻസ് പിന്നെ ഒരു പ്രഭാപൂരിത ഉണ്ടാവില്ലേ? അതേപോലെ കാർകൊണ്ടലും മിന്നലും ഒത്തുപാഞ്ഞു കളിക്കുമമ്മട്ടൊരു കാന്തി രൂപം. ഈ ലോകം കണ്ട ഏറ്റവും വലിയ 2 കവികളാണ് വാൽമീകിയും വേദവ്യാസരും. അവരെ വെല്ലാൻ ഒരു അവാർഡിനും യോഗ്യമുള്ള ആൾക്കാരില്ല. എല്ലാവരും അവർക്ക് താഴെയാണ്. അത് ഞാൻ പറയുമ്പോൾ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ദി ബെസ്റ്റ് ഭാരതീയ തത്വശാസ്ത്ര സംഹിതകൾ പറഞ്ഞു തന്നിട്ടുള്ള വാൽമീകിയെയും വ്യാസരെയും വെല്ലാൻ മനസ്സിലായോ? അപ്പോൾ നന്ദൻ്റെ മുറ്റത്തു പരന്നിടുന്നു നന്നെന്നുര ചെയ്തു നന്ദൻ ചെയ്വൂ നന്ദൻ. നന്ദൻ്റെ മുറ്റത്തു പരന്നിടുന്നു. ഈ കുട്ടികളുടെ പാദ കമലങ്ങൾ പതിയാത്ത സ്ഥലങ്ങളില്ല. നന്ദഗോപരുടെ അങ്കണത്തിൽ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും പാദാരവിന്ദങ്ങൾ പതിക്കാത്ത സ്ഥലങ്ങളില്ല. നന്നെന്നുര ചെയ്വു നന്നായി എന്നാണ് പറഞ്ഞത്. ആരെ? നന്ദഗോപുരൻ. പച്ചക്കിളി കുഞ്ഞുങ്ങൾ പച്ചിലത്തയ്യെന്നോർത്തെടുത്തു അമ്പൊടണഞ്ഞുമില്ലേ. പച്ചക്കിളി കുഞ്ഞുങ്ങൾ, കിളിക്കുഞ്ഞുങ്ങൾ, പച്ചക്കിളി തത്തകളെന്നർത്ഥം. പച്ചക്കിളി കുഞ്ഞുങ്ങൾ പച്ചിലത്തെയ്യെന്നോർത്ത്, ഒരു ചെറിയ ഒരു പച്ച ഇല തെയ്യ ആണോ കൃഷ്ണൻ എന്ന് ഓർത്ത് അമ്പോടണഞ്ഞുമെല്ലെ മുകർന്നിടുന്നു മുകിൽ വർണ്ണമാർന്ന, അതായത് കരിങ്കൂവളപ്പൂവിൻ്റെ ആകൃതി അല്ല നിറം, അല്ലെങ്കിൽ നല്ല മഴക്കാരൻ്റെ നിറമാർന്ന കുഞ്ഞിൻ്റെ ഭൂമേനി കുതൂഹലത്താൽ. ഉണ്ണിക്കണ്ണൻ്റെ ശരീര സൗഭാഗ്യം കണ്ടാൽ തത്തകൾക്ക് തോന്നും ഒരു പച്ച, എന്താണെന്നാ പറഞ്ഞത് ഇവിടെ, പച്ച കിളി കുഞ്ഞുങ്ങൾ പച്ചിലത്തയ്യെന്നോർത്ത്, പച്ചിലത്തയ്യ ഒരു ചെടിയാണെന്ന് ഓർത്തിട്ട് കൃഷ്ണൻ്റെ മേൽ വന്നിരിക്കാൻ ശ്രമിക്കണം. ആ കവിഭാഷ നമുക്ക് പരിചയം ഉണ്ടാവില്ല അല്ലേ? അവിടെയാണ് മോശം. പച്ചക്കിളി കുഞ്ഞുങ്ങൾ പച്ചിലത്തയ്യെന്നോർത്തടുത്തമ്പോടണഞ്ഞുമെല്ലെ മുകർന്നിടുന്നു മുകിൽ വർണ്ണമാർന്ന കുഞ്ഞിൻ്റെ പൂമേനി കുതൂഹലത്താൽ. ആശ്ചര്യാജനകമായൊരു അന്തരീക്ഷമാണ് അവിടെ. കോതമ്പിളം കൊക്കുകൾ കൊണ്ട് കൊത്തി, കോതമ്പിളം കൊക്കുകൾ, ഗോതമ്പിൻ്റെ മണി പോലെ അല്ലെങ്കിൽ ഇളമയുള്ള കൊക്കുകളെ കൊണ്ട്, അല്ലേ? ഇളം കൊക്കുകൾ കൊണ്ട് കൊത്തിക്കുറിച്ചണഞ്ഞിടും അരിപ്പിറാക്കൾ. പ്രാവ് എന്നല്ല, പിറാക്ക് എന്നാണത്. പിറാക്കൾ. നമ്മൾക്ക് മലയാള ശുദ്ധിയില്ല, ഭാഷാ സൗകുമാരില്ല. പ്രാവ് എന്നാണ്, അങ്ങനെയല്ല. അപ്പോൾ ഗോതമ്പിളം കൊക്കുകൾ, ഗോതമ്പ് മണി പോലെ തന്നെയാണ് ഈ പ്രാവുകൾ, അമ്പലപ്രാവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ശരിക്കും എൻ്റെ അച്ചടി ഭാഷ എന്താണെന്നാണ് പറഞ്ഞത്? കൊത്തിക്കുറച്ചിന്നിടും അരിപ്പിറാക്കൾ കോലാഹലം കേട്ടും അനങ്ങിടാതെ കൊതിച്ചു നോക്കുന്ന മുനീന്ദ്രർ പോലെ. ആകാശത്ത് നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് ഋഷീശ്വരന്മാർ കണ്ടിട്ടും കൊതി തീരുന്നില്ല എന്ന് പറയുന്ന പോലെ ഈ 2 കുട്ടികളെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. അതാണ് ഇവിടെ പറഞ്ഞത്. കോലാഹലം കേട്ടും മനങ്ങിടാതെ കൊതിച്ചു നോക്കുന്നു മുനീന്ദ്രർ പോലെ. 1000 പൊൻകതിരാം കരം കൊണ്ടുണ്ണിക്കഴൽ പൂമ്പൊടി തൊട്ട് അമന്തം. പെട്ടെന്ന് ആ വാക്ക് ഞാൻ എത്ര ശ്രമിച്ചിട്ടത് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടോ? 1000 പൊൻകതിരാം കരം കൊണ്ടുണ്ണിക്കഴൽ പൂമ്പൊടി തൊട്ട് അമന്തം വിശുദ്ധി നേടുന്നു. കൃഷ്ണ പരമാത്മാവിൽ, ശ്രീകൃഷ്ണ പരമാത്മാവിൽ മനസ്സ് വെച്ചാൽ അമന്തം പെട്ടെന്നാണ്. എന്ത്? മോക്ഷം. അമന്തം മന്ദം എന്നല്ല, അമന്തം. അതൊരു പ്രത്യേക ശൈലിയാണ്. പെട്ടെന്ന് ധൃതിയിൽ
1000 പൊൻകതിരാം കരം കൊണ്ടുണ്ണിക്കഴൽ കൂമ്പൊടി തൊട്ട മന്ദം വിശുദ്ധി നേടുന്നു വിഭാതലക്ഷ്മി എന്നേക്കു മൂഴിക്കു വെളിച്ചമേകാൻ. അവിടെ പൊൻകതിരാം, ആരാ പൊൻകതിര? ബാലസൂര്യൻ തൻ്റെ സ്വർണമയമായ കിരണങ്ങളെ കൊണ്ട് ഉണ്ണിയുടെ കഴൽ പൂമ്പൊടി, അതായത് ഭഗവാൻ പിച്ച വെച്ച് നടന്ന വൃന്ദാവനത്തിലെ ഗോകുലത്തിലെ പൂമ്പൊടികൾ വാരിപ്പുണരുന്നു. ആര്? ബാലാർക്കൻ, സൂര്യൻ. എന്താ കവിഭാഷ! 1000 പൊൻകതിരാം കരം കൊണ്ടുണ്ണിക്കഴൽ പൂമ്പൊടി തൊട്ട മന്ദം വിശുദ്ധി നേടുന്നു. സൂര്യൻ സ്വയം വിശുദ്ധി നേടുന്നു എന്നാണ്. സൂര്യനാണ് സൂര്യകിരണങ്ങളെ കൊണ്ട് ഭൂമണ്ഡലത്തിലുള്ള എല്ലാ ചളികളെയും ഉണക്കി എന്താ പറയുക, വിശുദ്ധി കൊടുക്കുകയാണ്. പക്ഷേ ആ സൂര്യന് ബലരാമനും ശ്രീകൃഷ്ണനും പിച്ച വെച്ചിട്ടുള്ള പൂമ്പൊടികളിൽ തട്ടിയിട്ട് കിരണങ്ങളിൽ കൂടെ അമന്തം പെട്ടെന്ന് വിശുദ്ധി നേടുന്നു എന്നർത്ഥം. ഇങ്ങനെ ഒരു എന്താണെന്നാ പറയുക, തേനൊലിക്കുന്ന ഭാഷ വേറെ എവിടെ കിട്ടും? തേനൊലിക്കണം. വിശുദ്ധി നേടുന്നു വിഭാതലക്ഷ്മി എന്നേക്കും മൂഴിക്കു വെളിച്ചമേകാൻ. ആർക്ക്? ഭൂമിക്ക് വെളിച്ചമേകാൻ. ഇളം കണിക്കൊന്നകൾ പൂത്തുനിന്നു. 8ാമത്തെ ശ്ലോകം. ഇളം കണിക്കൊന്നകൾ പൂത്തുനിന്നു പൂമ്പൈതലിൻ പ്രീതിയുടൻ വളർത്തി. കുട്ടികൾക്ക് സന്തോഷമുണ്ടാക്കി. മികച്ച പൊൻപണ്ടമണിഞ്ഞു വന്നു മിന്നുന്ന ഗോപീജനമെന്ന പോലെ. മൈ ഗോഡ്, ഹാറ്റ്സ് ഓഫ് അല്ലേ? മികച്ച പൊൻപണ്ടമണിഞ്ഞു വന്നു മിന്നുന്ന ഗോപീജനമെന്ന പോലെ. ലോകത്തില്ലാത്ത ആഭരണങ്ങളൊക്കെ ഇട്ടുവരുന്ന ഗോപീജനങ്ങളെപ്പോലെ ഇളം കണിക്കൊന്നകൾ പൂത്തുനിന്നു പൂമ്പൈതലിൻ പ്രീതിയുടൻ വളർത്തി. മികച്ച പണ്ടമണിഞ്ഞു വന്നു മിന്നുന്ന ഗോപീജനമെന്ന പോലെ. മുറ്റത്തു കാണും കുളിർ മുല്ലവല്ലി വിരിഞ്ഞു നിന്നേറെ വിളങ്ങിടുന്നു. എനിക്ക് എന്താ അറിയില്ല, ഞാനിത് ഒരു ബോംബെയിൽ നിന്ന് വന്ന സമയത്താണ് ഈ ഗ്രന്ഥം ഞാൻ സ്വന്തമാക്കുന്നത്. അത് പഠിക്കുമ്പോൾ ഈ മിന്ന വളങ്ങ എന്നുള്ളത് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാണ് ലീലാകാണ്ഡത്തിൽ. ഇപ്പം ഞാൻ കയ്യിൽ വെച്ച 78ാമത്തെ വിളങ്ങിടുന്നു എന്നാ. 78ാമത്തെ വാക്ക് എത്ര? 27ാമത്തെ സർഗത്തിൽ. എന്തൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്കെന്നെ അറിയില്ല. മുറ്റത്തു കാണും കുളിർ മുല്ലവല്ലി വിരിഞ്ഞു നിന്നേറെ വിളങ്ങിടുന്നു വിശ്വപ്രകൃതി അംബികതൻ മുലപ്പാൽ നുകർന്ന് പൂമയ്യലൊലിച്ച പോലെ. വിശ്വപ്രകൃതി അംബികതൻ, പരമേശ്വരി അംബികതൻ മുലപ്പാൽ നുകർന്നു പൂമയ്യലൊലിച്ച പോലെ. ആ മട്ടിൽ അമ്പാടിയിൽ അന്നുണർന്നു. ആ മട്ടിൽ അമ്പാടിയിൽ അന്നുണർന്നു ചരങ്ങൾ എന്നല്ല ചരങ്ങൾ അചരങ്ങൾ പോലും. ചരങ്ങൾ എന്നല്ല അചരങ്ങൾ പോലും, ചലിക്കാത്തവ കൂടി. മാർവലസ് വേ ഓഫ് എക്സ്പ്രഷൻ അല്ലേ? ആ മട്ടിലമ്പാടിയിലന്നുണർന്നു ചരങ്ങൾ എന്നല്ല ചരങ്ങൾ പോലും ചേലാർന്നൊരത്യത്ഭുത ദിവ്യബാലലീലാരസാസ്വാദമയെന്നു നിൽക്കേ. ചേലാർന്നൊരു അത്യത്ഭുത ദിവ്യബാലലീലാരസാസ്വാദമയെന്നു നിൽക്കേ. നന്ദാലയത്തിൽ പുലരുമ്പോഴേക്കും പുണ്യം തികഞ്ഞുള്ള ജനങ്ങളെല്ലാം. പുണ്യം തികയാത്തവർക്ക് അവിടേക്ക് എത്താൻ പറ്റിയിട്ടില്ല, അമ്പാടിയിലേക്ക്. തികന്നവരൊക്കെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ വന്നു ചേരുന്ന. ആരെ കാണാൻ? കുട്ടി ഉണർന്നോ, ഞങ്ങളൊന്ന് എടുക്കട്ടെ, ഞങ്ങളൊന്ന് ഉമ്മ വയ്ക്കട്ടെ. അപ്പോൾ ഒരാൾ പറയും കവളത്ത് ഉമ്മ വയ്ക്കരുത് കേട്ടോ, നെറ്റിയിൽ ഉമ്മ വെച്ചോളൂ. ഇല്ല, ഞങ്ങൾ നെറ്റിയിലേക്കൊന്നും പോകില്ല, ഞങ്ങൾ കാലിലാണ് ഉമ്മ വയ്ക്കണത്. അങ്ങനെ നന്ദാലയത്തിൽ പുലരുമ്പോഴേക്കും പുണ്യം തികഞ്ഞുള്ള ജനങ്ങളെല്ലാം അണഞ്ഞിടുന്നു ദിവസേന സച്ചില്ലീലാരസാംഭോതിയിൽ നീന്തി നിൽപ്പാൻ. എന്തിനാണ് അവരൊക്കെ ഇത്ര നേരത്തെ വരുന്നത്? ദിവസേന സച്ചില്ലീലാരസാംഭോതിയിൽ, ഭഗവാന്റെ
ലീലകൾ സമുദ്രം പോലെ എന്നാണ് പറഞ്ഞത്. ആഴവും പരപ്പും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഭഗവാന്റെ കൊച്ചു കൊച്ചു കളികൾ, ഭഗവാന്റെ തൃക്കൺ പാർക്കൽ, ഭഗവാന്റെ മന്ദസ്മിതം, അണഞ്ഞിടുന്നു ദിവസേന സച്ചിൽ സച്ചിൽ ലീലാരസാംഭോതിയിൽ നീന്തി നിൽപ്പാൻ തൈർക്കലത്തിനരകത്തു ചെല്ലും. യശോദമ്മ, രോഹിണീ ദേവി, മറ്റ് ഗോപസ്ത്രീകൾ നന്ദൻ്റെ വീട്ടിൽ തൈര് കലക്കുമ്പോൾ ഇവരെ പിച്ച മനെ ചാടി ചാടി അവിടെ എത്തും. തൈർക്കലത്തിനരകത്തു ചെല്ലും മണിക്കിടാവിൻ പല ഭാവഭംഗി. എനിക്ക് കുറച്ച് വണ്ണ് തരുമോ? ഇന്നലെ തന്നേക്കാൾ ജാസ്തി വേണേ, അപ്പോൾ ഭാവം മാറി. തന്നിട്ടില്ലെങ്കിൽ ഞാൻ എടുക്കേ, അപ്പോൾ വേറൊരു ഭാവമായി അല്ലേ? അപ്പോൾ യശോദമ്മയുടെ നിന്ന് വാങ്ങി, എന്നിട്ട് രോഹിണിയുടെ അടുത്ത് പോയിട്ട് പറയും, എനിക്ക് കിട്ടിയില്ല കേട്ടോ, എനിക്ക് അങ്ങ് തരണതാണ് കൂടുതൽ സ്വാദ്. ഇങ്ങനെ പലതരത്തിലുള്ള ഭാവങ്ങൾ. അപ്പോൾ പറഞ്ഞു, തൈർക്കലത്തിനരകത്തു ചെല്ലും മണിക്കിടാവിൻ പല ഭാവഭംഗി നോക്കിയിടും ആനന്ദനെ. ആ അനന്തനെ ഉന്തി ഉന്തി മാറ്റുന്നു പൂമ്പൈതൽ മലർക്കരത്താൽ. അനന്തനെ നോക്കിയിടും ആ നന്ദനെ, അനന്തനെ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. പല ഭാവഭംഗി നോക്കിയിടും ആനന്ദൻ ഉന്തി ഉന്തി. ഭഗവാൻ നന്ദനെ ഉന്തി ഉന്തി മാറ്റുന്നു പൂമ്പെയ്തൽ മലർക്കരത്താൽ. പരന്ന കൈയോട് പോയിട്ട് അച്ഛാ ഒന്ന് മാറി നോക്കൂ. ചെന്തണ്ടലർ പൂവിനു ചമ്മി പോലെ, ചെന്തണ്ടലർ പൂവിനു ചമ്മി പോലെ ചന്തം. അതായത് ഒരു ചുവന്ന താമരയെ നാണിപ്പിക്കുന്ന ഭംഗിയുള്ള ഭഗവാന്റെ കൈകൾ. ചന്താമരയ്ക്ക് അത്ര ഭംഗിയില്ല ഭഗവാന്റെ കൈ, ഭഗവാന്റെ പാദങ്ങളെ പോലെ. ചന്തണ്ടലർ പൂവിനു ചമ്മി പോലെ ചന്തം തൊഴുത്തിൽ ചളി കൊണ്ടുമാർന്നും. തൊഴുത്തിൽ അല്ലേ, ചളി കൊണ്ടുമാർന്നും ഓടുന്ന കുഞ്ഞുങ്ങളെ അമ്മമാർ ചെന്നെടുത്തുടൻ മുലയേകിടുന്നു. അപ്പോൾ കുട്ടികൾ കുറേശ്ശെ പശുക്കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ചാണകമൊക്കെ മേലേക്കാവും എന്ന് വരും. ഗോപപാലന്മാർക്ക് അതിനേക്കാൾ വലിയൊരു ശുദ്ധിയില്ല, ശരീരശുദ്ധി. അപ്പോൾ പറഞ്ഞു, ഓടുന്ന കുഞ്ഞുങ്ങളെ അമ്മമാർ ചെന്നെടുത്തുടൻ. രോഹിണീ ദേവിയും യശോദമ്മയും കിണഞ്ഞ് പരിശ്രമിക്കും, ഓടിയെത്തും. എന്നിട്ടോ അവരെ സ്തന്യപാനം ചെയ്യിക്കും. ഒക്കത്തെടുത്ത് അന്തിയിൽ നന്ദഗോപൻ നക്ഷത്രജാലങ്ങൾ നിറഞ്ഞ വാനം. അപ്പോൾ വേകുന്നേരായാൽ ഇവരെ ഒക്കത്ത് വയ്ക്കും. ആരെ? നന്ദഗോപൻ. എന്നിട്ട് കാണിച്ചു കൊടുക്കും, ആകാശത്ത് രോഹിണി നക്ഷത്രത്തിനെ കണ്ടുവോ? ആരോട് ചോദിക്കും? ബലരാമനോട്. രോഹിണി നക്ഷത്രം ആകാശത്ത്. ഒക്കത്തെടുത്തന്തിയിൽ നന്ദഗോപൻ